നമസ്കാരം. സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിലൂടെ നോക്കുന്നത് ഈ ഒരു സമയം നിങ്ങളെ തേടിയെത്താനായിട്ട് പോകുന്ന ബ്ലെസ്സിങ്സ് എന്തെല്ലാമാണ്, അതേപോലെ തന്നെ ഈ ഒരു സമയം നിങ്ങൾക്ക് യൂണിവേഴ്സിൽ നിന്നും ലഭിക്കുന്ന ഗൈഡൻസ് എന്തെല്ലാമാണ്, അതേപോലെ തന്നെ ഈ ഒരു സമയത്തെ നിങ്ങളുടെ എനർജി എന്താണ് തുടങ്ങിയ കാര്യങ്ങളാണ് നോക്കുന്നത്. അപ്പോൾ അതിനായിട്ടിവിടെ 3 of Wands, the Hanged Man, the Moon, 9 of Pentacles, Page of Wands, the Magician, 10 of Wands, 9 of Swords, Ten of Cups എന്നീ കാർഡുകളാണ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളിൽ പല ആളുകളും ഇപ്പോൾ ജീവിതത്തിൻ്റെ വലിയൊരു വഴിത്തിരിവിലാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് കാണുന്നത്. ഒരു വശത്ത് നിങ്ങൾക്ക് ഭാവിയെക്കുറിച്ചുള്ള വലിയ പ്രതീക്ഷയും കാത്തിരിപ്പുമൊക്കെയാണ് ഉള്ളത്. മറുവശത്ത് നിങ്ങളുടെ നിലവിലെ സാഹചര്യങ്ങൾ നിങ്ങളെ സ്വാധീനിക്കുന്നുണ്ടെന്നുള്ളതാണ്. അതായത് നിങ്ങൾ മുൻപ് ചെയ്തിട്ടുള്ള കഠിനാധ്വാനങ്ങളുടെയും ത്യാഗങ്ങളുടെയും ഒക്കെ ഫലം എപ്പോൾ വന്നു ചേരും എന്നുള്ള ഒരു കാത്തിരിപ്പും, അതേപോലെ തന്നെ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള അവസരങ്ങളും വാർത്തകളുമൊക്കെ എപ്പോൾ എത്തിച്ചേരും എന്നൊക്കെയുള്ള ഒരു വലിയ പ്രതീക്ഷയും നിങ്ങളിലിപ്പോൾ ഉണ്ടെന്നുള്ളതാണ്. കൂടാതെ നിങ്ങളുടെ നിലവിലെ സാഹചര്യങ്ങൾ നിങ്ങളെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ടാവാം. അതായത് വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ മുന്നോട്ടുള്ള നാളുകളിൽ നിങ്ങളുടെ സാഹചര്യങ്ങൾ എങ്ങനെ മാറി മറിയും, അല്ലെങ്കിൽ എന്ത് മാറ്റമാണ് വന്നു ചേരാനായിട്ട് പോകുന്നത് എന്നൊക്കെയുള്ള ഒരു ചിന്ത വളരെ ആഴത്തിൽ നിങ്ങളിലിപ്പോൾ ഉണ്ടെന്നുള്ളതാണ്. അതേപോലെ തന്നെ നിങ്ങളിൽ പല ആളുകളും കൂടുതൽ ഉത്തരവാദിത്തങ്ങളോ കടമകളോ ഒക്കെ സ്വയം ഏറ്റെടുത്ത് തളർന്നിരിക്കുന്നതായിട്ടുള്ള ഒരു സാഹചര്യത്തിലായിരിക്കാം ഇപ്പോൾ ഉള്ളത്. അതായത് മറ്റുള്ളവരോട് സഹായം ചോദിക്കാനുള്ള മടി മൂലമോ അല്ലെങ്കിൽ ആരോടും സഹായം ചോദിക്കാനായിട്ട് കഴിയാത്തത് മൂലമോ ഒക്കെ എല്ലാ ഭാരങ്ങളും നിങ്ങളിപ്പോൾ ഒറ്റയ്ക്ക് ഏറ്റെടുത്തിരിക്കുകയായിരിക്കാം. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളോട് പ്രപഞ്ചശക്തി പറയുന്നത് എല്ലാ ഭാരങ്ങളും നിങ്ങൾ ഒറ്റയ്ക്ക് ഏറ്റെടുക്കേണ്ടതില്ല. മറ്റുള്ളവരുടെ സഹായം ചോദിക്കാനായിട്ട് തയ്യാറാവുക. നിങ്ങൾക്ക് സഹായം എത്തിച്ച് നൽകാനായിട്ട് പലരും നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ അവരുടെ സഹായത്തെ സ്വീകരിക്കുക. അനാവശ്യമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് നിങ്ങളുടെ ഊർജത്തെ നഷ്ടപ്പെടുത്താതെ അത് നിങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ നിങ്ങളിൽ ചില ആളുകൾക്ക് രാത്രിയിൽ ഉറങ്ങാൻ പോലും കഴിയാത്ത രീതിയിൽ അനാവശ്യമായിട്ടുള്ള ചിന്തകളും ഭയങ്ങളുമൊക്കെ നിങ്ങളെ വല്ലാതെ വേട്ടയാടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കാം. അതായത് സംഭവിക്കാത്ത കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് ഭയപ്പെടുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ മുൻകാല ജീവിതത്തിലെ വിഷമങ്ങൾ വീണ്ടും വീണ്ടും ഓർത്ത് സങ്കടപ്പെടുന്ന ഒരു മാനസികാവസ്ഥയിലൂടെ ആയിരിക്കാം നിങ്ങളിൽ പല ആളുകളും ഇപ്പോൾ കടന്നു പോകുന്നത്. അപ്പോൾ ആ ഒരു മാനസിക സമ്മർദ്ദം നിങ്ങളുടെ ഊർജത്തെ വലിയ രീതിയിൽ തന്നെ നഷ്ടപ്പെടുത്തുന്നുണ്ടെന്നുള്ളതാണ് കാണുന്നത്. കൂടാതെ നിങ്ങളിൽ പലരും ഇപ്പോൾ ഒരു സ്റ്റക്ക് എനർജിയിലൂടെയായിരിക്കാം കടന്നു പോകുന്നത്. അതായത് മുന്നോട്ട് നിങ്ങൾക്ക് നീങ്ങണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ മുന്നോട്ട് പോകാനായിട്ട് കഴിയാത്ത രീതിയിൽ നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും ഒക്കെ ആരോ കെട്ടിയിട്ടതായിട്ടുള്ള ഒരു തോന്നൽ അല്ലെങ്കിൽ ഒരു അവസ്ഥ നിങ്ങളിൽ പലർക്കും ഇപ്പോൾ ഉണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾ കാര്യങ്ങളെ ഇതുവരെ നോക്കിക്കണ്ടിരുന്ന ആ ഒരു കാഴ്ചപ്പാടിൽ നിന്നും വ്യത്യസ്തമായിട്ട് മറ്റൊരു കാഴ്ചപ്പാടോടെ നോക്കിക്കാണുക എന്നുള്ളതാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ അവിടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള വഴികളും തെളിഞ്ഞ് കിട്ടുന്നതാണ്. ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ഈ ഒരു സ്തംഭനാവസ്ഥ വെറും താൽക്കാലികമായിട്ട് ഉള്ളതാണെന്നാണ്. നിങ്ങളുടെ കാഴ്ചപ്പാടിൽ മാറ്റങ്ങൾ വരുത്തിയാൽ ഇവിടെ നിന്നും നിങ്ങൾക്ക് മുന്നോട്ട് നീങ്ങാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്.
ഇവിടെ പ്രപഞ്ചത്തിൽ നിന്നും നിങ്ങൾക്ക് ഈ ഒരു സമയം ലഭിക്കുന്ന വലിയൊരു അനുഗ്രഹമെന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന നിരാശകളൊക്കെ മാറി വലിയൊരു പോസിറ്റീവ് മാറ്റം ഈ ഒരു സമയം നിങ്ങൾക്ക് സംഭവിക്കും എന്നുള്ളതാണ്. നിങ്ങൾ ഇതുവരെ ചെയ്ത കഠിനാധ്വാനത്തിനൊക്കെയുള്ള അർഹമായ പ്രതിഫലം ലഭിക്കാൻ പോകുന്ന ഒരു സമയമാണിത്. കൂടാതെ സാമ്പത്തികമായ ഒരു അഭിവൃദ്ധി ഈ ഒരു സമയം നിങ്ങളെ തേടി വരുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് സാമ്പത്തികം വന്ന് ചേരാനുള്ള പുതിയ വഴികൾ ലഭിക്കുന്നതിലൂടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തടസ്സപ്പെട്ട് കിടക്കുന്ന പണം നിങ്ങളിലേക്ക് വന്ന് ചേരുന്നതിലൂടെ, നിങ്ങളിൽ നിന്നും കടം വാങ്ങിയ പണം തിരികെ ലഭിക്കുന്നതിലൂടെയൊക്കെ നിങ്ങളിലേക്ക് ഈ ഒരു സമയം സാമ്പത്തികം വന്ന് ചേരുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റുള്ളവരെ ആശ്രയിക്കാതെ സ്വന്തം കാലിൽ നിൽക്കാനായിട്ട് ഈ ഒരു സമയം നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുന്ന ഒരു സമയമാണിത്. നിങ്ങൾ മുൻപ് വിതച്ചതിൻ്റെയൊക്കെ ഫലം കൊയ്യാനായിട്ട് പോകുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളതെന്നാണ് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത്. അതേപോലെ തന്നെ നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും വന്ന് ചേരും. ബന്ധങ്ങളിലെ അകൽച്ചയും തെറ്റിദ്ധാരണയും ഒക്കെ മാറി ബന്ധങ്ങളിൽ ഒരു ഐക്യമുണ്ടാവുന്നതാണ്. നിങ്ങളെ സ്നേഹിക്കുന്നവർ നിങ്ങളുടെ വിഷമങ്ങൾ കണ്ട് നിങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു സമയം കൂടിയാണിത്. സ്നേഹവും പരസ്പര വിശ്വാസവും നിറഞ്ഞ നല്ലൊരു അന്തരീക്ഷം നിങ്ങളുടെ ജീവിതത്തിനുണ്ടാവും എന്നുള്ളതാണ്. കൂടാതെ ഈ ഒരു സമയം നിങ്ങൾ നിങ്ങളുടെ കഴിവുകളെയൊക്കെ തിരിച്ചറിയുന്ന ഒരു സമയമാണ്. അതായത് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനുള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാനൊക്കെയുള്ള എല്ലാ കഴിവും നിങ്ങൾക്കുണ്ടെന്ന് ഈ ഒരു സമയം നിങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. കൂടാതെ ഈ സമയം പുതിയ അവസരങ്ങളെക്കുറിച്ചുള്ള നല്ല വാർത്തകളോ അല്ലെങ്കിൽ പുതിയ ആശയങ്ങളോ ഒക്കെ നിങ്ങളെ തേടി എത്തുന്നതാണ്. അതുപോലെ ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നുണ്ട്, നിങ്ങളിലെ അനാവശ്യമായിട്ടുള്ള ചിന്തകളെയും ഭയങ്ങളെയും ഒക്കെ നിങ്ങൾ ഉപേക്ഷിക്കുക എന്ന്. കാരണം നിങ്ങൾ ഭയപ്പെടുന്ന പല കാര്യങ്ങളും ശരിക്കും നിങ്ങൾ സ്വയം ഉണ്ടാക്കിയെടുത്തിട്ടുള്ള വെറും മിഥ്യാധാരണകൾ മാത്രമാണ്. അതിനാൽ തന്നെ അതിനെയൊക്കെ വിട്ടുകളഞ്ഞ് നിങ്ങളുടെ കൺമുന്നിലുള്ള യാഥാർത്ഥ്യങ്ങളെ കണ്ണു തുറന്ന് കണ്ട് ജീവിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. എപ്പോഴും പ്രാർത്ഥിക്കുന്നതിലൂടെ, പോസിറ്റീവ് ചിന്തകൾ മനസ്സിൽ കൊണ്ടുവരുന്നതിലൂടെയൊക്കെ അത്തരം മാനസികാവസ്ഥയൊക്കെ നിങ്ങൾക്ക് ഇല്ലാതാക്കാനായിട്ട് കഴിയുന്നതാണ്. ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ കഠിനമായിട്ടുള്ള ആ ഒരു ഘട്ടം അവസാനിക്കുകയാണെന്നും മനോഹരമായിട്ടുള്ള ഒരു പുലരി നിങ്ങളെ കാത്ത് ഇരിക്കുന്നുണ്ടെന്നും പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നുണ്ട്. ഇവിടെ പ്രപഞ്ചത്തിൽ പൂർണ്ണമായിട്ട് വിശ്വസിച്ച് നിങ്ങളുടെ സങ്കടങ്ങളും ഭാരങ്ങളുമൊക്കെ പ്രപഞ്ചത്തിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഈശ്വരനിൽ സമർപ്പിച്ചുകൊണ്ട് സമാധാനത്തോടെ ഇരിക്കുക. അതേപോലെ തന്നെ നിങ്ങളിലേക്ക് വരുന്ന സ്നേഹത്തെയും സമൃദ്ധിയെയും ഒക്കെ യാതൊരു മടിയോ സംശയമോ കൂടാതെ ഇരുകൈയും നീട്ടി നിങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം ഇതായിരുന്നു. ഇതിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം.